നമുക്ക് എല്ലാവർക്കും ഹൃദയത്തിൽ നന്ദി പറയാ. കർത്താവേ, ഇന്നത്തെ ദിവസത്തെ നീ ഒരുക്കിക്കൊണ്ട് വന്നതിനെ ഓർത്ത് ഈശോ ഞാൻ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. എല്ലാ പ്രിയപ്പെട്ട ദൈവമക്കളും ഒരു നിമിഷം കരങ്ങൾ യാചനയോടെ പിടിച്ച് കണ്ണുകൾ ഒന്ന് തുറന്ന് ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കി പ്രാർത്ഥിക്കുകയാണ്. ഇപ്പോൾ കർത്താവേ, എനിക്കൊരു വിടുതൽ കിട്ടണം. ഓരോ ഇവിടെ നടന്ന പ്രഭാതം മുതൽ തുടങ്ങിയ ശുശ്രൂഷകൾ, വെള്ളി ശനി ദിവസങ്ങളിൽ നടന്ന ശുശ്രൂഷകൾ, ഈ ഗാഗുൽത്താ ധ്യാന കേന്ദ്രത്തിലൂടെ കഴിഞ്ഞ കാലങ്ങളിലൂടെ നടന്ന ശുശ്രൂഷകൾ വഴി ദൈവം ചൊരിഞ്ഞതൊക്കെ ഓർക്കുമ്പോൾ ഇന്ന് നമ്മൾ പ്രത്യേകമായി ബഹുമാനയുടെ ബെന്യച്ചൻ സൂചിപ്പിച്ചതുപോലെ ഇപ്പം നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഇപ്പോൾ കർത്താവിനോട് പറയണം, അച്ഛൻ്റെ മനസ്സിലേക്ക് വിടുതൽ ശുശ്രൂഷ എന്ന് പറയുമ്പോൾ പ്രധാനമായി അച്ഛൻ്റെ മനസ്സിലേക്ക് അച്ഛനോട് ഈ ശുശ്രൂഷ ആവശ്യപ്പെട്ടപ്പോൾ മനസ്സിലേക്ക് വന്നത് ഒന്നാമത്തത്, നിൻ്റെ ജീവിതം, നിൻ്റെ കുടുംബം അത് ഏതെങ്കിലും വിധത്തിൽ ഒന്നാം പ്രമാണ ലംഘനങ്ങൾ വഴിയായിട്ട് വന്ന എന്തെങ്കിലും ബ്ലോക്കുകൾ ഉണ്ടെങ്കിൽ, മന്ത്രവാദത്തിൻ്റെ, കൂടോത്രത്തിൻ്റെ, പൂജയുടെ, സേവയുടെ, ആഭിചാരത്തിൻ്റെ, ക്ഷുദ്രപ്രയോഗത്തിൻ്റെ ഏതെങ്കിലും സ്വാധീനം, ഒരുപക്ഷെ നീ ചെയ്തതാകാം, ഒരുപക്ഷെ നിൻ്റെ മാതാപിതാക്കൾ ചെയ്തു പോയതിൻ്റെ ഫലങ്ങൾ ചിലപ്പോൾ ഒരുപക്ഷെ ഏതെങ്കിലും വേരുകൾ നിൻ്റെ കുടുംബത്തിലുണ്ടാകാം. പൂർവീക കുടുംബ തലമുറകളായി നിൻ്റെ ജീവിതത്തിലോ നിൻ്റെ കുടുംബത്തിലോ തലമുറകളിലെ മേലോ ഉണ്ടെങ്കിൽ ഈശോയോട് ഇപ്പോൾ പറയണം, ഈശോയോട് പറയണം, ഇപ്പോൾ അതിൽ നിന്നൊരു വിടുതൽ ഈശോയ്ക്ക് തരാൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരു സെക്കൻഡ് വേണ്ട, നിന്റെ ജീവിതത്തിന്റെ മേൽ ഇടപെടാൻ ഈശോയ്ക്ക് ഒരു സെക്കൻഡ് വേണ്ട. ഒരുപക്ഷെ വർഷങ്ങളായുള്ള കെട്ടുകളാകാം, കുടുംബത്തിന്റെ മേലുള്ള കെട്ടുകളാകാം, വ്യക്തി ജീവിതത്തിൽ ഉയരാൻ പറ്റാത്ത കെട്ടുകളാകാം. ഈശോയോട് പറയണം, ഈശോ ഇന്ന് നീ ആലയത്തിൽ വെച്ച് യേശുവേ, ഒന്നാം പ്രമാണ ലംഘനം വഴി വന്ന ബ്ലോക്കുകൾ ഉണ്ടെങ്കിൽ അടിച്ചു മാറ്റണമേ, ചങ്ങലകൾ അടിച്ചു മാറ്റണമേ, ആ ബ്ലോക്കുകൾ അടിച്ചു മാറ്റണമേ. ഓരോ മകനും മകള് പ്രാർത്ഥിക്കുക. ഇനി ഏതെങ്കിലും വിധത്തില് എന്റെ പാപം, എന്റെ തിന്മ വഴി എന്റെ മേലോ എന്റെ കുടുംബത്തിലോ ദൈവാനുഗ്രഹം വരാൻ തടസ്സപ്പെട്ട് നിൽക്കുന്ന മേഖലകളുണ്ടോ? ഈശോയോട് ഇപ്പൊ പറയണം, അതിൽ നിന്ന് ഒരു വിടുതൽ എനിക്ക് തരണം കർത്താവേ, ഒരു മോചനം എനിക്ക് തരണം കർത്താവേ, എന്നെ അതിൽ നിന്ന് വിടുവിപ്പിക്കണമേ. ഒരു തരത്തിൽ ഉയരാൻ പറ്റാത്തൊരവസ്ഥ, ആത്മീയമായി ഉയരാൻ പറ്റുന്നില്ല, ഇനി ഭൗതികമായി സാമ്പത്തികമായി ഉയരാൻ പറ്റാത്ത ബ്ലോക്കുകൾ എൻ്റെ ജീവിതത്തിൽ, എൻ്റെ കുടുംബത്തിൽ ഉണ്ടെങ്കിൽ, പ്രിയപ്പെട്ട മകനെ, മകളെ, ഈശോയോട് നീ ഇപ്പൊ പറഞ്ഞാൽ മതി, ഇപ്പൊ നീ പറഞ്ഞാൽ മതി, നീ ഒന്ന് വിശ്വസിച്ചാൽ മതി, നീ ഒന്ന് വിശ്വസിച്ചാൽ മതി, നീ ഒന്ന് ഹൃദയം തുറന്നാൽ മതി, നീ മനസ്സൊന്ന് തുറന്നാൽ മതി. നിന്റെ ശുശ്രൂഷയുടെ മേൽ ബ്ലോക്കുകൾ ഉണ്ടെങ്കിൽ ഈശോയോട് ഒരു വാക്ക് നീ പറഞ്ഞാൽ മതി, ഒരു വാക്ക് നീ ഉരുവിട്ടാൽ മതി. ഈശോ എന്നെ നോക്കണമേ, എന്റെ ജീവിതത്തിൽ ഇപ്പൊ നീ ഇടപെടണമേ, എന്റെ കുടുംബത്തിന്റെ മേൽ ഇടപെടണമേ, എന്റെ തലമുറകളുടെ മേൽ നീ ഇടപെടണമേ. സ്വീകരിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഇവിടെ നിൽക്കുന്ന ഓരോ മകനും മകള് ഉള്ളു തുറന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, കണ്ണുനീരോടെ പ്രാർത്ഥിക്കുക. വിശുദ്ധിയിൽ ജീവിക്കാൻ എന്നെ അനുവദിക്കാത്ത ഏത് ജഡിക പാപത്തിന്റെ ആധിപത്യമാണോ നിന്റെ മേൽ കുടികൊള്ളുന്നത്, ഈശോയോട് പറയണം, ജഡിക പാപത്തിൽ നിന്ന് എനിക്കൊരു വിടുതൽ വേണം. ജഡിക പാപത്തിന്റെ ആസക്തിയിൽ നിന്ന്, വ്യഭിചാരത്തിന്റെ ദുർബോധ ശക്തികളിൽ നിന്ന് എന്നെ വിടുവിപ്പിക്കണമേ.
പാപം ചെയ്യാതെ ജീവിക്കാൻ ഈ കാലഘട്ടത്തിൽ അങ്ങനെ മക്കൾക്ക് ജന്മം കൊടുക്കാം, അങ്ങനെ ഒരു അപ്പനായി തീരാം, അങ്ങനെ ഒരു അമ്മയായി തീരാം, അങ്ങനെ ഒരു യുവാവ് യുവതിയായി തീരാം, അങ്ങനെ ഒരു ശുശ്രൂഷകനായി മാറാം. എനിക്ക് വിടുതൽ നൽകണമേ, എന്നെ മോചിപ്പിക്കണമേ, എന്റെ മേലുള്ള കെട്ടഴിക്കണമേ, എന്റെ മേലുള്ള ബന്ധനങ്ങൾ മാറ്റണമേ, എന്റെ കുടുംബത്തിന്റെ ബന്ധനങ്ങൾ അഴിക്കണമേ, തലമുറയുടെ മേലുള്ള കെട്ടുകൾ അഴിക്കണമേ. ആ മേഖലകളെല്ലാം ഈശോയുടെ തിരുമുമ്പിലേക്ക് ഉയർത്തുന്നു, അനുതപിക്കുന്നു, ഒന്ന് മനസ്തപിക്കുന്നു. കണ്ണുനീരൊഴുകട്ടെ, കണ്ണുനീരൊഴുകി പ്രാർത്ഥിക്കട്ടെ, ചങ്ക് തുറന്ന് പ്രാർത്ഥിക്കട്ടെ. എനിക്കൊരു വിടുതൽ കിട്ടിയേ പറ്റൂ, എനിക്കൊരു വിമോചനം വേണം. അത് യേശുവിലൂടെ മാത്രമാണ്, അത് യേശുവിലൂടെ മാത്രമാണ്. സകല തലങ്ങളിൽ നിന്ന് നീ താമസിക്കുന്ന സ്ഥലത്തിന്റെ മേല്, നിന്റെ കുടുംബത്തിന്റെ മേല്, നിന്റെ സ്ഥാപനത്തിന്റെ മേല്, നിന്റെ കൃഷിഭൂമിയുടെ മേല്, നിന്റെ മക്കളുടെ മേല്, ജീവിത പങ്കാളിയുടെ മേല്, വിദേശത്തായിരിക്കുന്ന നിന്റെ പ്രിയപ്പെട്ടവരുടെ മേല് കർത്താവിന്റെ കരമുയരുന്ന സമയം. അൽത്താരയിൽ ഈശോ ഇതാ കരമുയർത്തുന്നു, അത് നിന്റെ മേലാണ് ഉയർത്തിയിരിക്കുന്നത്. രണ്ട് കരങ്ങൾ കർത്താവിന്റെ പക്കലേക്ക് ഉയർത്തുന്നു, സമ്പൂർണമായി സമർപ്പിക്കുന്നു, ഉള്ളുരുകി പ്രാർത്ഥിക്കുന്നു, ജീവിതം കൊടുത്ത് പ്രാർത്ഥിക്കുന്നു. സ്വരമുയർത്തി യേശുവിനെ വിളിച്ച് സ്തുതിക്കട്ടെ, 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 സ്തുതിക്കട്ടെ. വേഗത്തിൽ 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 അതരം തുറന്ന് സ്തുതിക്കുന്നു. കർത്താവിന്റെ വലിയ അഭിഷേകം വ്യാപരിക്കുന്ന നിമിഷം സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. കർത്താവേ, കൃപകൾ ഒഴുകട്ടെ, 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 ഒഴുകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതരം തുറന്ന് പ്രാർത്ഥിച്ച് ഈശോയുടെ ഇടപെടലിന് വേണ്ടി പ്രാർത്ഥിച്ച് ഈശോയല്ലേ അൽത്താരയിൽ ഇരിക്കുന്നത്. ഈശോയോട് പറ, കർത്താവിനോടൊന്ന് പറ, എന്നെ വിടുവപ്പിക്കണമേ, എന്റെ ആത്മീയ മേഖലകളെ, എന്റെ ഭൗതിക സാമ്പത്തിക മേഖലകളെ വിടുവപ്പിക്കണമേ, വിമോചനം നൽകണമേ, രക്ഷ നൽകണമേ. സ്തുതിക്കുന്നു, 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 വേഗത്തിൽ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതരം തുറന്ന് ശക്തമായി വിളിക്കുന്നു, യേശുവേ എന്ന് വിളിച്ച എല്ലാ മക്കളും സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്വരമുയരട്ടെ, സ്വരമുയരട്ടെ. സ്വർഗ്ഗം തുറക്കപ്പെടുന്ന നിമിഷം, സ്വർഗ്ഗം തുറക്കപ്പെടുന്ന നിമിഷം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ, അങ്ങയുടെ അത്ഭുത നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ മക്കളോട് കരുണ കാണിക്കണമേ, ഇവരുടെ കുടുംബങ്ങളോട് കരുണ കാണിക്കണമേ, അകലങ്ങളിൽ ഇരിക്കുന്ന ഇവരുടെ പ്രിയപ്പെട്ടവരോട്, ഇവരുടെ തലമുറകളോട്, ഇവരുടെ ജീവിതങ്ങളോട്, ഇവരായിരിക്കുന്ന അവസ്ഥകളോട് എന്നെ കരമുയർത്തണമേ. ഹല്ലേലൂയ, യേശുവേ, യേശുവേ. ഇവിടെ പൂർവികരിലൂടെ, മാതാപിതാക്കളിലൂടെ, കുടുംബ തലമുറകളിലൂടെ, കുടുംബ പരമ്പരകളിലൂടെ, ജീവിത മേഖലകളിലൂടെ കടന്നു വന്നിട്ടുള്ള സകല പാപത്തിന്റെ, ജഡിക ഭാവത്തിന്റെ, വിശുദ്ധിയിലെ കൃപയില് ജീവിക്കാൻ അനുവദിക്കാത്ത സകല പാപ മേഖലകള് ഇന്നും ജീവിക്കുന്ന രസായനായ യേശുവിന്റെ അധികാരമുള്ള നാമത്താൽ പരിശുദ്ധ അമ്മയോട് ചേർന്ന്, വിശുദ്ധ ബെനഡിക്റ്റ് മിഖായേലിനോട് ചേർന്ന്, വിശുദ്ധ ഫ്രാൻസിസ് അസീസിയോട് ചേർന്ന്, സകല വിശുദ്ധ മാലാഖ ബിരുദങ്ങളോട് ചേർന്ന്, മാർപ്പാപ്പയുടെ കൈവയ്പിലൂടെ കിട്ടിയ
അഭിഷേകത്തോട് ചേർന്ന് ആമേൻ മെത്രാൻ സംഘങ്ങളോട് ചേർന്ന് ആമേൻ കപ്പൂച്ചിയൻ സഭ ഈ കൂട്ടായ്മയോട് ചേർന്ന് ആമേൻ ബെനഡിക്റ്റൻ സഭയോട് എന്റെ അധികാരികളോട് ചേർന്ന് ആമേൻ വൈദിക കൂട്ടായ്മയോട് യേശുവേ ധന്യച്ചനോട് ചേർന്ന് ആമേൻ അങ്ങ് ഞങ്ങൾക്ക് നൽകിയ പൗരോഹിത്യ അധികാരത്താൽ യേശുവേ ആ മേഖലകളെല്ലാം ഇതാ ഞങ്ങൾ ബന്ധിക്കുന്നു ഹല്ലേലൂയ ബന്ധിക്കുന്നു ഹല്ലേലൂയ ബന്ധിക്കുന്നു ഹല്ലേലൂയ ബന്ധിക്കുന്നു ഹല്ലേലൂയ കാൽവരി കുരിശിന്റെ ചുവട്ടിലേക്ക് ഇതിനെ മുഴുവനെ ഞങ്ങളിതാ ആട്ടി പായിക്കുന്നു വിട്ടുമാറി പോകട്ടെ ചെടിക പാപത്തിന്റെ വ്യഭിചാര പാപത്തിന്റെ ദുർഭൂത ശക്തികൾ ബന്ധിക്കപ്പെടട്ടെ ബഹിഷ്കരിക്കപ്പെടട്ടെ നിത്യ കൂപത്തിലേക്ക് ആട്ടി പായിക്കുന്നു സ്തുതിക്കുന്നു 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 വിടുതൽ സ്വീകരിക്കുന്നു സ്തുതിക്കുന്നു സ്തുതിക്കട്ടെ സ്തുതിക്കട്ടെ സ്വരമുയർത്തി ശക്തമായ സ്വരത്തില് എല്ലാ മക്കളും വിളിച്ചു പ്രാർത്ഥിക്കുന്നു യേശുനാമത്തില് അഴിയുന്ന കെട്ടുകള് വിളിച്ചു പ്രാർത്ഥിക്കട്ടെ യേശുവേ 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 എല്ലാ മക്കളും സ്വീകരിക്കട്ടെ കർത്താവേ ഞങ്ങള് പ്രാർത്ഥിക്കുന്നു ഒരു തരത്തിൽ ഉയരാൻ പറ്റാത്ത വിധത്തില് കുടുംബങ്ങളും വ്യക്തികളും തലമുറകളും എന്റെ കരം ഇവരുടെ മേൽ ഉയർത്തണമേ ഓ കർത്താവേ മന്ത്രവാദ കൂടോത്രം പൂജകള് സേവകള് മന്ത്രങ്ങള് ആഭിചാര ക്ഷുദ്ര പ്രയോഗങ്ങൾ ചെയ്തതും ചെയ്യപ്പെട്ടതുമായ സകല മേഖലയുടെ മേലുള്ള എല്ലാ ബ്ലോക്കുകളും എല്ലാ കെട്ടുകളും യെശയ്യാ 22 വചനത്തിന്റെ ശക്തിയാ വെളിപാട് 3:7 വചനത്തിന്റെ ശക്തിയാ യോഹന്നാൻ 20:23 വചനത്തിന്റെ ശക്തിയാ പൗരോഹിത്യ അധികാരത്താൽ അടിഞ്ഞ് വീഴട്ടെ അന്ധവാദം കൂടോത്രം ആഭിചാരത്തിന്റെ ഭവിഷ്യത്തുകൾ വിട്ടുമാറി പോകട്ടെ വിട്ടൊടിഞ്ഞ് പോകട്ടെ കെട്ടുകൾ അടിയട്ടെ ബന്ധനങ്ങൾ വിട്ടൊടിയട്ടെ സ്തുതിക്കുന്നു 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 വിളിക്കുന്ന എല്ലാ മക്കളും സ്തുതിക്കട്ടെ സ്തുതിക്കട്ടെ തുറന്ന് വിളിക്കട്ടെ യേശുവേ എന്ന് വിളിച്ചു ഹല്ലേലൂയ ഹല്ലേലൂയ ആരാധന 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 യേശുവേ ദൈവമേ ആത്മീയമായി ഭൗതികമായി ഒരു തരത്തിലും അഴിയുവാൻ ഒരു തരത്തിൽ അഭിവൃദ്ധി ഭാവിക്കാൻ പറ്റാത്ത മകന്റെ മകളുടെ മേലുള്ള സകല ബന്ധനങ്ങളും യേശുവിന്റെ അധികാരമുള്ള നാമത്താൽ പൗരോഹിത്യ അധികാരത്താൽ ഇതാ ഞങ്ങൾ ബന്ധിക്കുന്നു ബഹിഷ്കരിക്കുന്നു നിത്യ കൂപത്തിലേക്ക് ആട്ടി പായിക്കുന്നു സകല ബ്ലോക്കുകൾ വിട്ടൊടിയട്ടെ സകല ബന്ധനങ്ങൾ വിട്ടടിയട്ടെ കുടുംബ തലമുറ വിടുതൽ പ്രാപിക്കട്ടെ വ്യക്തികൾ കുടുംബങ്ങൾ വിമോചിപ്പിക്കപ്പെടട്ടെ സ്തുതിക്കുന്നു 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 സ്വരം ഉയർത്തി വിളിക്കട്ടെ മക്കളെ കെട്ടുകൾ അഴിയുന്ന നിമിഷം ബന്ധനങ്ങൾ അഴിയുന്ന നിമിഷം ശക്തമായി വിളിച്ച് യേശുവേ എന്ന് വിളിച്ച് ഹല്ലേലൂയ 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 സ്തുതിക്കുന്നു 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 ആരാധന 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 കർത്താവേ ഹല്ലേലൂയ 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 ഹല 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 ഈ മക്കളോട് കരുണ കാണിക്കണമേ കുടുംബങ്ങളോട് ഇപ്പൊ കരുണ കാണിക്കണമേ വീട്ടിൽ ചെല്ലുമ്പോൾ ഒരു സാക്ഷ്യം നീ രൂപപ്പെടുത്തണമേ അത് വിദേശത്തിരിക്കുന്നവരുടെ മേൽ ഇപ്പൊ നിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കട്ടെ സകല മേഖലകൾ വിടുവിപ്പിക്കപ്പെടട്ടെ ആരാധന 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 യേശുവേ യേശുവേ ആരാധന ആരാധന സ്തുതിക്കട്ടെ 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 ഹല്ലേലൂയ 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 ശക്തമുയർത്തി വിളിക്കുന്ന എല്ലാ മക്കളും യേശുവേ എന്ന് വിളിച്ച് കരങ്ങൾ ഉയർത്തി സ്വരം ഉയർത്തി സ്വർഗ്ഗം കാണുമ്പോൾ നിമിഷം
സ്വർഗം കാണുന്ന നിമിഷം സർവശക്തൻ ഇതാ നമ്മുടെ മധ്യേ അനുഗ്രഹമായി വിടുതലായി കടന്നു വരുന്ന നിമിഷം വിളിച്ചു പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ 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 യേശുവേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. നമുക്ക് കരങ്ങൾ കൂപ്പാം ഒരിക്കൽ കൂടെ. യേശുവേ. കണ്ണുകളൊന്ന് അടയ്ക്കാം. നമ്മോട് കരുണ കാണിക്കുന്ന കർത്താവ് അത് ഈ ആലയത്തിലൂടെയാണ്. കർത്താവ് നിന്നെ ഇന്ന് അനുഗ്രഹിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ഈശോയോട് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കട്ടെ ഓരോ മകനും മകളും. നമ്മൾ പ്രത്യേകം ഇപ്പം പ്രാർത്ഥിക്കുന്നത് ഇന്ന് ശുശ്രൂഷയിൽ അച്ഛൻ കാണുന്നതുമായ ഒരു കാര്യം, ഈ 1-ാം പ്രമാണ ലംഘനം വഴി പാപം കൊണ്ടുവന്ന പലതരത്തിലുള്ള സ്വാധീനങ്ങൾ വഴി ഇന്ന് പലരും പല രോഗാവസ്ഥയിൽ കിടക്കുന്നുണ്ട്. ഈ കുഞ്ഞ് സമയം അത് കഴിഞ്ഞാൽ ഉടനെ നമ്മൾ അഭിഷേക ആരാധനയുടെ നിമിഷങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ പോവാം. ഇതൊക്കെ കഴിഞ്ഞാലാണ് അഭിഷേകം സ്വീകരിക്കാൻ പറ്റുള്ളൂ. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഇത് കഴിഞ്ഞാൽ മാത്രമേ പരിശുദ്ധാത്മാവിൻ്റെ ഉന്നത അഭിഷേകം സ്വീകരിക്കാൻ പറ്റുള്ളൂ. ബഹുമാനപ്പെട്ട ബെന്നി പീറ്ററച്ചൻ ആ ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കാനായിട്ട് പോകാണ് അടുത്ത നിമിഷങ്ങളിൽ. നമുക്കെല്ലാവർക്കും ഒരിക്കൽ കൂടെ കരങ്ങളൊന്ന് യാചനയോടെ പിടിച്ചേ മക്കളെ, കരങ്ങളൊക്കെ ഒന്ന് യാചനയോടെ പിടിച്ച് ഈശോയിലേക്കൊന്ന് നോക്കിക്കേ. കർത്താവിനെ ഒന്ന് കണ്ടേ. നിങ്ങൾ ഈ അൾത്താരയിൽ സങ്കീർത്തനം 34:5 നമ്മൾ വായിക്കുന്നുണ്ട്, അവിടത്തെ നോക്കിയവരെല്ലാം പ്രകാശിതരായി മാറി. ഈ കർത്താവിലേക്ക് നീ നോക്കിയാൽ സത്യവചനം പറയാണ്, നീ പ്രകാശിതനായി മാറും. നിന്റെ കുടുംബം പ്രകാശിക്കില്ലേ? നിന്റെ ആത്മീയ ഭൗതിക മേഖല പ്രകാശിപ്പിക്കപ്പെടുന്ന സമയാ. ഈശോയോട് പറഞ്ഞ് അങ്ങനെ ഈശോയിലേക്ക് നോക്കിക്കേ. കർത്താവേ, നിന്റെ വചനമല്ലേ, അവിടുത്തെ നോക്കിയവരെല്ലാം പ്രകാശിതരാകും. കർത്താവിലേക്ക് നോക്കി നമ്മൾ പ്രാർത്ഥിക്കുക. നിന്റെ മേല് ഈ നിലകൊള്ളുന്ന എല്ലാ രോഗങ്ങളെ ഇപ്പൊ ഞങ്ങള് ബന്ധിച്ച് ബഹിഷ്കരിച്ച് പ്രാർത്ഥിക്കാൻ പോവാ. നീ വിശ്വസിച്ചാൽ മതി, നീ ഒന്ന് വിശ്വസിച്ചാൽ മതി മകനെ മകളെ. മർക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വചനത്തിൽ യേശു പറഞ്ഞു, പിശാച് ബാധിച്ച ബാലന് അവന്റെ അപ്പനും അവന്റെ കൂട്ടുകാരും അവിടെ കൊണ്ടുവന്നു. യേശു എന്നിട്ട് അവരോട് പറഞ്ഞത്, വിശ്വസിക്കുന്നവന് എല്ലാ കാര്യങ്ങളും സാധിക്കും. നീ ഒരൊറ്റ കാര്യം ചെയ്താൽ മതി. ഈ കാലഘട്ടത്തിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നീയും ഞാനും ചെയ്യേണ്ട ഒരൊറ്റ കാര്യം, യേശു കർത്താവും ദൈവവുമാണെന്ന് വിശ്വസിച്ച് ഏറ്റുപറയുക. അത് മാത്രം മതി. അതിലൂടെ പാപക്കെട്ട് അടിയും, അതിലൂടെ ശാപക്കെട്ടുകൾ അടിഞ്ഞു വീഴും. നിനക്ക് വിശ്വസിക്കാനാവാത്ത ഒരു പ്രവൃത്തി ഹബക്കൂക്ക് 1:5 നിന്റെ ജീവിതത്തിൽ നടക്കും. എല്ലാ പ്രിയപ്പെട്ട മക്കൾ ഈ സമയം കരങ്ങൾ യാചനയോടെ പിടിച്ച് നമുക്കൊന്ന് കണ്ണുകൾ അടയ്ക്കാം. കർത്താവിനോട് പറയണം, ഇപ്പോ എൻ്റെ മേലുള്ള രോഗങ്ങളുടെ മേല് ഇപ്പോ എനിക്കൊരു സൗഖ്യം, അതിലൂടെ എനിക്കൊരു വിടുതൽ വേണം കർത്താവ്. എല്ലാ മകനും പ്രാർത്ഥിക്കുക. ഇപ്പൊ വിശ്വസിച്ച് പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾ വിടുതൽ സ്വീകരിച്ച് പ്രാർത്ഥിക്കുക. ഈശോയോട് പറയണം, ഈശോ, ഒരുപക്ഷെ നീ രോഗിയായിരിക്കില്ല, നിന്റെ കുടുംബത്തിൽ ആരെങ്കിലും രോഗിയായിട്ടുണ്ടെങ്കിൽ ആ രോഗിയെ നീ ആത്മനാല് കണ്ടേ. വീട്ടിലുള്ളവരാകാം, അയൽവാസികളാകാം, നീയായിട്ട് ഇടപെടുന്നവരാകാം. കർത്താവിനോട് പറയണം, കർത്താവേ, ആ രോഗത്തെ ഇപ്പോ ഇവിടെ നിന്ന് ബന്ധിക്കാൻ നിനക്ക് വലിയ പാടില്ല. കർത്താവേ, അവിടെയുള്ളവർക്ക് സൗഖ്യം കിട്ടാൻ ഇവിടെ നിന്ന് നീ ഒന്ന് പറഞ്ഞാൽ മതി. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മക്കിയാട് ധ്യാന കേന്ദ്രത്തിൽ അച്ഛൻ ഓർക്കുന്ന ഒരു സംഭവം, ഈ കഴിഞ്ഞ 2-3 മാസങ്ങൾക്ക് മുമ്പ് കാസർഗോഡ് ഭാഗത്ത് നിന്ന് ഒരു ചേട്ടൻ അവിടെ ധ്യാനിക്കാൻ വന്നു. അദ്ദേഹം, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഒത്തിരി സമ്പത്തും
വലിയ നിലയിലുണ്ടായൊരു മനുഷ്യനാണ്. പക്ഷേ അയാൾ പൊട്ടി പാളീസായി തകർന്ന അവസ്ഥയിലാണ് നിൽക്കുന്നത്. ഒരു തരത്തിൽ പറഞ്ഞ മക്കൾ വരെ അയാൾ വെറുത്തൊരവസ്ഥ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെയാണ് ഇയാൾ വന്നേണത്. ഇയാൾ ഇപ്പം അച്ഛൻ പറഞ്ഞ അവസ്ഥയല്ല പ്രധാനപ്പെട്ട കാര്യം. ഇയാളുടെ ഭാര്യ വേരിക്കോസ് വെയിൻ വന്ന് കാല് രണ്ടും പൊട്ടി ഒഴുകി വേദന അനുഭവിച്ചു. ഓരോരുത്തരും പോകാൻ പറ്റില്ല, ഒരു ധ്യാനത്തിന് പോകാൻ പറ്റില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ മനുഷ്യൻ ധ്യാനത്തിന് വന്ന് അച്ഛൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാനായിട്ട് ഇയാൾ വന്നു. ഇയാളുടെ ഭാര്യയുടെ കാര്യം ഇയാൾക്കേ അറിയുള്ളൂ. അച്ഛനോട് അങ്ങനെ പറയുമ്പോൾ അത്രമാത്രം അയാളുടെ ഒരു തീവ്രത ഒരുപക്ഷെ എനിക്ക് മനസ്സിലാകില്ല, കാരണം ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ അച്ഛൻ ഇങ്ങനെ പറഞ്ഞു, ഇയാൾ അങ്ങോട്ട് വിശ്വസിച്ചോ, ഈ ധ്യാനത്തിൽ വെച്ച് നിന്റെ മേൽ കർത്താവ് ഇടപെടും, നിന്റെ ഭാര്യയുടെ മേൽ കർത്താവ് ഇടപെടും, നീ വിശ്വസിക്കേ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ മനുഷ്യൻ അച്ഛൻ കണ്ടു, ഒരു 6 അടി പൊക്കവുമുണ്ട് ഏകദേശം, പൊട്ടിക്കരയുന്നത് കണ്ടു. അയാൾ കരങ്ങൾ യാചനയോടെ പിടിച്ച് അയാൾ കണ്ണടച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കുക. ഞാൻ ഈ മനുഷ്യൻ്റെ ഭാര്യയെ അരികിൽ കണ്ടിട്ടാണ് ഭാര്യയുടെ ശിരസിലാണ് കൈവയ്ക്കുന്നത്. അച്ഛൻ്റെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കാൻ കർത്താവ് കാരണമാക്കിയ ഒരു സംഭവം കൂടിയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിനുശേഷം അവർ അവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തിയ കാര്യം, ഇയാൾ ഈ അച്ഛൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ വന്ന നിമിഷങ്ങളിലാണ് ഭാര്യയുടെ പൊട്ടിയൊഴുകിയിരുന്ന 2 കാലിൻ്റെ വേരിക്കോസ് കർത്താവ് സ്റ്റോപ്പ് ചെയ്തു, എടുത്തു മാറ്റി. യേശുക്രിസ്തു ഇന്നും ജീവിക്കുന്ന ദൈവ, മഹത്വം ഇവനാ കൊടുക്കേണ്ടത്. നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കേണ്ട, അച്ഛൻ കൈവച്ചതുകൊണ്ടൊന്നും അല്ല. ഈശോ ആ മകന്റെ കണ്ണുനീര് കണ്ടു, അവിടെ കരഞ്ഞു പ്രാർത്ഥിക്കുന്ന ആ സ്ത്രീയുടെ വേദന രോദനം ഈശോ കണ്ടു. ഈശോയെ വിളിച്ചാൽ നിന്റെ മേൽ അവൻ ഇടപെടും, നിന്റെ രോഗത്തിന്റെ മേൽ അവൻ ഇടപെടും. നിന്റെ കുടുംബത്തിലിരിക്കുന്ന രോഗിയെ ഈശോയ്ക്ക് തൊടാതിരിക്കാൻ പറ്റില്ല. കർത്താവിന്റെ മുമ്പിൽ കണ്ണുകളൊന്ന് അടച്ച് ഓരോ മകനും മകൻ കരകൾ യാചനയോടെ പിടിച്ച്, നിന്റെ തലച്ചോറ് സംബന്ധമായ രോഗങ്ങൾ എന്തോ ആകട്ടെ, തലച്ചോറിൽ വന്ന് ട്യൂമറാകാം, തലച്ചോറിൽ ഇതാ ക്രോമസോമുകൾ സെറിബെല്ലത്തിലുണ്ടായ ഏതെങ്കിലും രോഗാവസ്ഥകളാകാം, രക്തധമനികൾ, അതുകൊണ്ട് തന്നെ ഓർമ്മശക്തി കുറഞ്ഞു പോകുന്നു. കർത്താവേ, തലവേദനയാണ്, തല വിങ്ങുന്ന പോലെയുള്ള ഒരവസ്ഥയാണ്. എൻ്റെ കർത്താവേ, എൻ്റെ മുടി കൊടിഞ്ഞു പോകുന്ന അവസ്ഥയുണ്ട്. ഈശോ, എൻ്റെ ശിരസിൽ ഈ അൾത്താറിൽ നിന്ന് നീ ഇറങ്ങി ഇപ്പൊ വരണം കർത്താവേ, എന്നെ ഒന്ന് തൊടണം കർത്താവേ, എന്നെ ഒന്ന് നീ തൊടണം കർത്താവേ. ഇപ്പൊ പ്രാർത്ഥിക്കട്ടെ, എല്ലാ മകനും മകള് പ്രാർത്ഥിക്കട്ടെ. ആ ട്യൂമർ ഉണ്ടെങ്കിൽ ഈശോട് പറയണം, ആ ട്യൂമർ ഇപ്പൊ എടുത്തു മാറ്റണമേ. ഞാൻ വിശ്വസിക്കുന്നു കർത്താവേ, എന്റെ ചെവി സംബന്ധമായ രോഗങ്ങള്, ചെവി കേൾക്കാത്ത വ്യക്തികള്, ഒരു ചെവിയുടെ കേൾവി നഷ്ടപ്പെട്ടുപോയി, ഈയത്തിൽ വന്ന തകരാറുകളുണ്ട്. ഈശോയോട് പറയണം, എന്റെ ചെവി നീ ഇപ്പൊ തുറക്കണം, എനിക്കൊരു സൗഖ്യം വേണം. പറയണം പറയണം, ഉള്ളു തുറന്ന് പറയണം. കണ്ണിന്റെ കാഴ്ച സംബന്ധമായ രോഗങ്ങളുണ്ടോ? കണ്ണിൽ നിന്ന് വെള്ളമൊഴുകുന്ന രോഗങ്ങളുണ്ടോ? കണ്ണിന്റെ തിമിരം ബാധിച്ച് ഇപ്പോൾ ഒരവസ്ഥയുണ്ടോ? കാഴ്ചശക്തി മങ്ങിപ്പോകുന്ന ഒരവസ്ഥയുണ്ടോ? ഈശോയോട് പറയണേ, എന്നെ തൊടണമേ, എനിക്കൊരു സൗഖ്യം തരണമേ. ഉള്ളു തുറന്ന് പ്രാർത്ഥിക്കുക. മൂക്ക് സംബന്ധമായ രോഗങ്ങള്, മൂക്കിലൂടെ രക്തമൊഴുകുന്ന രോഗം നിനക്കുണ്ടോ? നിത്യമായ നീ ഒരു ജലദോഷം
വിട്ടുമാറാത്ത ജലദോഷം, വിട്ടുമാറാത്ത പനി, അങ്ങനെ ഒരു രോഗപീഠയുണ്ടോ? അലർജി രോഗം നിന്നെ കുടികൂടിയിട്ടുണ്ടോ? ആസ്മ രോഗം നിന്റെ മേല് വന്നു പെട്ടിട്ടുണ്ടോ? ഈശോയോട് പറയണം, എടുത്ത് മാറ്റണമേ, എടുത്ത് മാറ്റണമേ. ആസ്മ രോഗം, പാപം വഴി വന്ന ആസ്മ, ഓ തലമുറകളിലൂടെ വന്ന ആസ്മ, വലിവ് രോഗം എടുത്ത് മാറ്റണമേ. ശ്വാസകോശ സംബന്ധമായ രോഗത്തിലേക്ക് യേശുവിന്റെ ശക്തി ഒഴുകട്ടെ. പ്രാർത്ഥിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എല്ലാവരും ഇപ്പോൾ ഈ സമയം നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ സ്വന്തം ശിരസിൽ നിങ്ങളുടെ വലത് കരം വെക്കുന്നു. നിങ്ങളുടെ സ്വന്തം ശിരസിൽ വലത് കരം വെക്കുന്നു, അതിന്റെ മുകളിൽ ഇടത് കരം വെക്കുന്നു, കണ്ണുകൾ അടയ്ക്കുന്നു. എല്ലാ മക്കളും പ്രാർത്ഥിക്കട്ടെ. നിന്റെ കരം ഈശോ ഇപ്പോ യേശുവിന്റെ കരമാക്കി മാറ്റുന്ന സമയ, പ്രാർത്ഥിക്കുന്ന സമയ. ശ്വാസകോശ സംബന്ധമായ രോഗങ്ങള് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. കർത്താവേ, ഹൃദയ സംബന്ധമായ രോഗങ്ങള്, കർത്താവേ, എന്റെ ഹൃദയ വാൽവുകളുമായി ബന്ധപ്പെട്ട രോഗങ്ങള് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സൗഖ്യപ്പെടുത്തണമേ, എന്നെ സുഖപ്പെടുത്തണമേ. വീണ്ടും പ്രാർത്ഥിക്കുന്നു. ബ്രസ്റ്റ് സംബന്ധമായ രോഗങ്ങള്, ലിവർ സംബന്ധമായ രോഗങ്ങള്, ലിവർ ഫാറ്റ്, കൊഴുപ്പടിഞ്ഞു കിടക്കുന്ന അവസ്ഥ, അത് ക്യാൻസറായി മാറിക്കിടക്കുന്ന അവസ്ഥ സമർപ്പിക്കുന്നു. ലിവർ സിറോസിസ് രോഗത്തിലേക്ക് യേശുവിന്റെ ശക്തി ഒഴുകുന്ന സമയം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഉള്ളു തുറന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇതാ ഷോൾഡറുകളുടെ, കൈകാലുകളുടെ ജോയിന്റ്സിന്റെ വേദന, ആർത്രൈറ്റിസിന്റെ രോഗങ്ങള് സമർപ്പിക്കുന്നു. ചുടുവാദ സംബന്ധമായ രോഗങ്ങള് സമർപ്പിക്കുന്നു. വാദ സംബന്ധമായ രോഗങ്ങള് സമർപ്പിക്കുന്നു. കൈകാലുകളുടെ ബലക്കുറവുകള് സമർപ്പിക്കുന്നു. ശക്തി ഒഴുകുന്ന സമയം യേശുവിന്റെ ശക്തി. രക്തസ്രാവക്കാരി സ്ത്രീയിലേക്ക് നിറയപ്പെട്ട ശക്തി എന്റെ രോഗത്തിലേക്ക് ഈശോ ഇപ്പൊ തരുന്ന സമയം പ്രാർത്ഥിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എന്റെ വേരിക്കോസ് വെയിന്റെ രോഗം, എന്റെ ആസ്മ രോഗം സമർപ്പിക്കുന്നു. എന്റെ ക്യാൻസർ രോഗത്തിലേക്ക്, ഓ എന്റെ TV സംബന്ധമായ രോഗത്തിലേക്ക് പ്രാർത്ഥിക്കുന്ന, എന്റെ അസ്ഥി സംബന്ധമായ രോഗത്തിലേക്ക് സൗഖ്യ, സൗഖ്യ. എന്റെ കിഡ്നി സംബന്ധമായ രോഗത്തിലേക്ക്, എന്റെ കാലിന്റെ മുട്ടിന്റെ ലിഗമെന്റ് സംബന്ധമായ രോഗത്തിലേക്ക് കടന്നു വരണമേ. എന്റെ പാണ്ട് രോഗത്തിലേക്ക് കടന്നു വരണമേ. എന്റെ സിറോസിസ് രോഗത്തിലേക്ക് കടന്നു വരണമേ. ത്വക്ക് സംബന്ധമായ രോഗത്തിലേക്ക് കടന്നു വരണമേ. എന്റെ തൊണ്ട സംബന്ധമായ രോഗത്തിലേക്ക് കടന്നു വരണമേ. തൈറോയിഡ് രോഗത്തിലേക്ക് കടന്നു വരണമേ. എന്റെ തളർച്ച രോഗത്തിലേക്ക് കടന്നു വരണമേ. ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ കടന്നു വരണമേ. തളർന്നു പോകുന്ന ഒരവസ്ഥ കടന്നു വരണമേ. 1000 പേർക്ക് വരുന്ന ഒരു രോഗം കടന്നു വരണമേ. എന്റെ ശിരസ് മുതൽ പാദം വരെ ആമാശയ രോഗത്തിലേക്ക്, എന്റെ കർത്താവെ മൂത്രാശയമായ രോഗത്തിലേക്ക് കടന്നു വന്ന് സൗഖ്യപ്പെടുത്തണമേ. എന്റെ ഗർഭപാത്ര സംബന്ധമായ രോഗത്തിലേക്ക് സൗഖ്യമായി വരണമേ. ആരോടും പറയാത്ത എന്റെ ലൈംഗിക രോഗത്തിലേക്ക് സൗഖ്യമായി കടന്നു വരണമേ. ശക്തി ഒഴുകട്ടെ, യേശുവിന്റെ ശക്തി ഒഴുകട്ടെ. കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കാൻ സാധിക്കാത്ത പുരുഷന്റെ വൈകല്യങ്ങളിലേക്ക്, കുഞ്ഞുങ്ങളെ ഗർഭപാത്രത്തിൽ സ്വീകരിക്കാൻ പറ്റാത്ത സ്ത്രീകളുടെ ഗർഭപാത്രമായ രോഗങ്ങളിലേക്ക് യേശുവിന്റെ ശക്തി ഒഴുകട്ടെ, സൗഖ്യം ഒഴുകട്ടെ. വിട്ടുമാറാത്ത രോഗങ്ങള്, ഓ മാനസിക രോഗങ്ങള്, ഡിപ്രഷനുമായി ബന്ധപ്പെട്ട രോഗങ്ങള്, മദ്യപാന രോഗമായി നിന്നിൽ കുടികൊള്ളുന്നുണ്ടെങ്കിൽ എടുത്തു മാറ്റുക. രോഗങ്ങള് സുഖപ്പെടുത്തണമേ, സുഖപ്പെടുത്തണമേ.
ഇനി പറയാത്ത ഏതെങ്കിലും രോഗങ്ങൾ ഉണ്ടെങ്കിൽ കർത്താവേ, അതെല്ലാം സമർപ്പിക്കുന്നു. യേശുവേ, എന്നെ രക്ഷിക്കണമേ, എന്നെ മോചിപ്പിക്കണമേ, എനിക്ക് വിടുതൽ നൽകണമേ, എന്റെ രോഗങ്ങൾ എടുത്തു മാറ്റണമേ, അത്ഭുതങ്ങൾ നടക്കട്ടെ, അടയാളങ്ങൾ സംഭവിക്കട്ടെ. രണ്ട് കരങ്ങൾ ഈശോയിലേക്ക് ഉയർത്തുന്നു. രണ്ട് കരങ്ങൾ ഉയർത്തി യേശുവിനെ വിളിക്കുന്നു. സ്വരമുയർത്തി വിളിക്കുന്നു. സ്വരമുയർത്തി സ്തുതിക്കുന്നു. സ്വരമുയർത്തി നമ്മുടെ സ്വരം ഒരു 10 പേര് കേൾക്കത്തക്ക രീതിയിൽ സ്വരമുയർത്തി വിളിക്കുന്നു. യേശുവേ എന്ന് വിളിച്ച ചങ്കുപൊട്ടി വിളിച്ച കണ്ണീരോടെ വിളിച്ച മക്കളെ, ഇതാ രാജാധിരാജൻ സർവശക്തൻ നമ്മുടെ മധ്യേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിക്കുന്നു. അതരങ്ങൾ തുറന്ന് പ്രാർത്ഥിക്കട്ടെ, കണ്ണുനീരോടെ വിളിക്കട്ടെ. യേശുവിന്റെ പക്കൽ വന്ന ഒരു രോഗിയെ ഈശോ വെറുതെ വിട്ടിട്ടില്ല. ഇത് ബൈബിളിന്റെ ചരിത്രമാണ്. ഇത് പുതിയ നിയമത്തിന്റെ ചരിത്രമാണ്. അവൻ സകലരെയും തൊട്ടു സുഖപ്പെടുത്തി. എന്നെ സുഖപ്പെടുത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, കഴിഞ്ഞുപോയ കാലഘട്ടങ്ങൾ വഴി, ഒന്നാം പ്രമാണ ലംഘനങ്ങൾ വഴി, പാപമേഖലകൾ വഴി, കുടുംബത്തിലെ പൂർവീകർ വഴി, ഇന്നും ദൈവമേ എന്നിൽ എന്നെ കുടുംബത്തിൽ നിലകൊള്ളുന്ന സകല രോഗങ്ങളെ, രോഗപീഠകളെ, മൂലകാരണങ്ങളെ, സ്വാധീനങ്ങളെ ഇന്നും ജീവിക്കുന്ന നസ്രായനായ യേശുവിന്റെ അധികാരമുള്ള നാമത്താൽ പരിശുദ്ധ അമ്മയോട് ചേർന്ന്, വിശുദ്ധ ബെനഡിക്ട് മിഖായേലിനോട് ചേർന്ന്, സകല വിശുദ്ധ മാലാഖ വൃന്ദങ്ങളോട് ചേർന്ന്, വിശുദ്ധ ഫ്രാൻസിസ് അസീസിയോട് ചേർന്ന്, ഓ വൈദിക കൂട്ടായ്മയോട്, ബെന്യച്ചനോട് ചേർന്ന്, അങ്ങ് ഞങ്ങൾക്ക് 2 പേർക്കും തന്ന പൗരോഹിത്യ അധികാരത്താൽ ഈ മക്കളോ കുടുംബത്തിലോ നിലകൊള്ളുന്ന സകല രോഗങ്ങളെ, രോഗപീഠകളെ ഇതാ ഞങ്ങൾ ബന്ധിക്കുന്നു. കുരിശിന്റെ ചവട്ടിലേക്ക് അതിനെ മുഴുവന് ആട്ടി പായിക്കുന്നു. രോഗപീഠകൾ വിട്ടുമാറി പോകട്ടെ, വിട്ടൊഴിഞ്ഞു പോകട്ടെ. ദൈവശക്തി നിറയട്ടെ, സൗഖ്യശക്തി നിറയട്ടെ. ഉച്ചമുള്ളങ്ങാല് വരെ അഭിഷേകം ഒഴുകട്ടെ. സ്തുതിക്കുന്നു. സ്വരമുയർത്തി സ്തുതിക്കട്ടെ. സ്വരമുയർത്തി ശക്തമായ യേശുവിന്റെ ശക്തി ഒഴുകട്ടെ, യേശുവിന്റെ കൃപ നിറയട്ടെ. കരം വെക്കട്ടെ, രോഗിയുടെ മേലെ കൈവയ്ക്കട്ടെ. സ്വീകരിച്ച് സ്തുതിക്കുന്നു, സ്വീകരിച്ച് പ്രാർത്ഥിക്കുന്നു, സ്വീകരിച്ച് പ്രാർത്ഥിക്കുന്നു. ശക്തി ഒടുകട്ടെ. ഉച്ചമുള്ളങ്ങാല് വരെ ഒടുകട്ടെ. ഇടത് കാലിന് ബലക്കുറവുള്ള ലിഗമെന്റ് സംബന്ധമായി ഒത്തിരി അസ്വസ്ഥത അനുഭവിച്ച് നിൽക്കാൻ ഭാരപ്പെടുന്ന ഒരു മകനെ കർത്താവ് പൂർണ്ണ സൗഖ്യം കൊടുത്ത് അനുഗ്രഹിക്കുന്നതായിട്ട് വെളിപ്പെടുത്തുന്നുണ്ട്. ഒരു എൽസിയെ ഈശോ അനുഗ്രഹിക്കുന്നു. ആരാധന. അസ്ഥി സംബന്ധമായ രോഗത്തിൽ നിന്ന് ഒരു ജെസ്സി എന്ന് പറയുന്ന മകളെ ഈശോ പൂർണ്ണ വിടുതൽ കൊടുക്കുന്നു. ആരാധന. സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വരമുയർത്തി സ്തുതിച്ചോ, നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കട്ടെ.
വിളിച്ച് സ്തുതിക്കുന്നു സ്തുതിക്കുന്നു അതിനെ തുറന്ന് വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ 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 ആരാധന. മാതാപിതാക്കളും മക്കള് തമ്മിൽ, മാതാപിതാക്കൾ തമ്മിൽ കുടുംബത്തിൽ ലഹള, എന്നും വഴക്ക്, അങ്ങനെ ഒരു കുടുംബം ഇവിടെ നിൽക്കുന്നുണ്ട്. ആ കുടുംബത്തെ ഈശോ പൂർണ്ണ വിടുതൽ കൊടുത്ത് അനുഗ്രഹിക്കുന്നതായി ഈശോ വെളിപ്പെടുത്തുന്നുണ്ട്. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സ്വരമുയർത്തി എല്ലാ മക്കളും വിളിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവേ എന്ന് വിളിച്ച് ആരാധന 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 ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ, അടഞ്ഞു കിടക്കുന്ന ഒരു കുടുംബം ഞാൻ ഇങ്ങനെ കാണുന്നത്, അടഞ്ഞു കിടന്ന ആ കുടുംബത്തിലേക്ക് വലിയ പ്രകാശം ചെല്ലുന്നു. വാതിൽ തുറക്കപ്പെടുന്ന ഒരു ദർശനം ഇവിടെ നിൽക്കുന്ന ഏതോ കുടുംബത്തിൽ ഇപ്പൊ സംഭവിക്കുന്നതായി ഈശോ വെളിപ്പെടുത്തുന്നു. ഹാല 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 ഹാല. UK ജോലി ചെയ്യുന്ന, പഠിച്ച് ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയുടെ എന്തോ പഠന ജോലിയുമായി ബന്ധപ്പെട്ട തടസ്സം എടുത്തു മാറ്റുന്നുണ്ട്. അതിലൊരാൾ ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ഈശോ അവിടെ ഇടപെടുന്നതായി ഈശോ വെളിപ്പെടുത്തുന്നുണ്ട്. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധന 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 ആരാധന. കാലിൻ്റെ അടി, കൈയുടെ ഒക്കെ തൊലി ഇങ്ങനെ പോകുന്നു. കാല് ചവിട്ടാൻ പോലും പറ്റുന്നില്ല. അങ്ങനെ ഒരു അസ്വസ്ഥത അനുഭവിക്കുന്ന ഒരു മകൾക്ക് പൂർണ്ണ സൗഖ്യം ഈശോ കൊടുക്കുന്നതായിട്ട് വെളിപ്പെടുത്തുന്നുണ്ട്. ആരാധന 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 ആരാധന. ഒരു വ്യക്തിയുടെ ജോലി തടസ്സം ഈശോ എടുത്തു മാറ്റി അനുഗ്രഹിക്കുന്നതായിട്ട് വെളിപ്പെടുത്തുന്നു. ആരാധന ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ യേശുവേ യേശുവേ. രണ്ട് കരങ്ങൾ ഉയർത്തി ഒരിക്കൽ കൂടി ഈ ആലയത്തെ ഓർത്ത് നന്ദി പറഞ്ഞ് സ്വരമുയർത്തി, കർത്താവ് ഈ കൺവെൻഷനെ ഓർത്ത് സ്വരമുയർത്തി സ്തുതിച്ച് നന്ദി പറഞ്ഞ് സ്വരമുയർത്തി എല്ലാവരും സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തുതിക്കട്ടെ സ്തുതിക്കട്ടെ സ്തുതിക്കട്ടെ. ശക്തമായി സ്വരം. ദൈവത്തിന്റെ വലിയ ഇടപെടൽ അനുഗ്രഹമായി കടന്നു വരുന്ന നിമിഷം കരങ്ങൾ അടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി, കരങ്ങൾ അടിച്ച് ആരാധനയ്ക്ക് യോഗ്യനായ ദൈവം, അത്ഭുതങ്ങൾ നടത്തിയ ദൈവം, ആ ദൈവത്തെ കരങ്ങൾ അടിച്ച് ആടിപ്പാടി എല്ലാവരും നിങ്ങൾ തുറന്ന് കരങ്ങൾ ഈശോയ്ക്ക് നീട്ടിപ്പിടിച്ചോണ്ട് സ്തുതിച്ച് പ്രാർത്ഥിക്കാമോ? ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തുതിച്ച് 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 യേശുവേ ആരാധന 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 ആരാധന. സ്തുതിച്ച് പ്രാർത്ഥിക്കാം സ്തുതിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ നന്ദി യേശുവേ ആരാധന. രണ്ട് കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സ്വരം ഉയർത്തി യേശുവേ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ 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 ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സ്തുതികൾ ഉയരട്ടെ സ്തുതികൾ ഉയരട്ടെ. ഒരു വാക്കുമതി എനിക്കതു മതിയേ യേശുവേ. ഒരു വാക്കുമതി യേശുവേ. എനിക്കതു മതിയേ. ആമേൻ. ഒരു വാക്കുമതി എനിക്കതു മതിയേ.